ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. കപ്പ വിഭവങ്ങൾ നമ്മൾ മലയാളികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കപ്പയും കാന്താരിയും, കപ്പയും മത്തിക്കറിയും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. കാന്താരി ചമ്മന്തി അരച്ചാൽ ഉള്ളി ചേർത്ത് എന്ത് ടേസ്റ്റാണ് അല്ലേ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും കുരുമുളക് ചേർത്ത മത്തിക്കറിയുമാണ്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് മത്തിക്കറി വയ്ക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, ചാള എന്നാണ് ചില സ്ഥലങ്ങളിൽ പറയുന്നത്. നമ്മളിവിടെ വയ്ക്കാൻ പോകുന്നത് മത്തിയും കപ്പയും സെപ്പറേറ്റ് ആണ്. ചില ആളുകൾ മത്തിയും കപ്പയും ഒരുമിച്ച് വയ്ക്കാറുണ്ട്. അതും വളരെ ടേസ്റ്റിയാണ്. ഞാനൊരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലതാണ്. കപ്പ അധികം വലിപ്പമില്ലാത്ത കഷ്ണങ്ങളാക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുക്കാം. കപ്പ പുഴുങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചതച്ചിടുന്നത് ടേസ്റ്റിയാണ്. അത് നിർബന്ധമില്ല, നമ്മൾ കപ്പ ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്താൽ മതി സാധാരണ പോലെ. പക്ഷെ ഗ്യാസിനൊക്കെ ഇഞ്ചി ചേർക്കുന്നത് നല്ല, അല്ലെങ്കിലും ഇഞ്ചിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഇഞ്ചി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ ഗുണവും നമുക്ക് കിട്ടും. മീൻ കറി വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. അതുകൊണ്ട് ഞാനും മൺചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മത്തി വൃത്തിയാക്കിയ ശേഷം രണ്ട് സൈഡും വരഞ്ഞു വയ്ക്കുക. വറുക്കാനായിട്ട് വരയുന്ന പോലെ വരഞ്ഞു വയ്ക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു 1/2 കിലോ മീനിൻ്റെ അളവ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ കൂട്ടിയോ കുറച്ചോ ഒക്കെ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ചുവന്നുള്ളി അരിഞ്ഞത് 6 എണ്ണം, കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി 1 കഷ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി 4 എണ്ണം, കറിവേപ്പില 1 തണ്ട്, കുടംപുളി ഒരു 3 പീസ്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് പറയാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി കുരുമുളക് പൊടി വീട്ടിലില്ലെങ്കിൽ, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഒരല്പം മുളക് പൊടി ആഡ് ചെയ്താലും മതി. പക്ഷേ എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതാണിത്. മൺചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കടുക്, ഉലുവ എന്നിവ യഥാക്രമം പൊട്ടിക്കുക. കൊളസ്ട്രോളൊക്കെ ഉള്ളവർ എണ്ണ കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി നമുക്ക് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്നു വന്ന ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത് നന്നായിട്ട് ഇതിൽ ചേർത്ത് വഴറ്റി കൊടുക്കുക. നന്നായി വഴന്നു കഴിഞ്ഞ് നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് മീൻ പൊടിയാതെ സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. മത്തിക്കറിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് പാകമായ ശേഷം ഒരല്പം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉലുവാപ്പൊടിയും തൂക്കി കൊടുക്കാം. മീൻകറി വെച്ചാൽ ഉടനെ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അത് പിറ്റേ ദിവസം കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുളിയൊക്കെ പിടിച്ച് അതിൻ്റെ റിയൽ ടേസ്റ്റ് വരാനായിട്ട് കുറച്ച് ടൈമിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂടി വെക്കണം, അല്ലാതെ തുറന്ന് വയ്ക്കരുത്. ചിലർ ആവി പോകാനൊക്കെ ആയിട്ട് തുറന്ന് വയ്ക്കുന്ന ഒരു ഇതുണ്ട്. ശരിക്കും ഇത് അടച്ച് തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്, എന്നാലേ നല്ല കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.